വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് ജൂപ്പിറ്റോറ. 2025 മെയ് 19 ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസ് സന്ദർശിച്ചു. ലണ്ടനിലെ പ്രശസ്തമായ രാജകീയ റോഡായ ദ മോൾ വഴി നേരെ ബക്കിംഗ്ഹാം പാലസിലേക്കാണ് ഞങ്ങൾ നടന്നത്. റൗണ്ട് ബൗട്ടിലെത്തുമ്പോൾ വിക്ടോറിയ മെമ്മോറിയൽ അതിലെ സുന്ദരമായ സ്വർണ്ണ പ്രതിമയോടെ ഞങ്ങളെ വരവേറ്റു. ആ സ്വർണ്ണ സൗന്ദര്യം കണ്ടപ്പോൾ ഞാൻ ശരിക്കും എക്സൈറ്റഡായി. കുതിരപ്പുറത്ത് നടന്നുകൊണ്ടും ഗാർഡുകൾ സ്ഥലത്ത് പെട്രോളിംഗ് ചെയ്തിരുന്നു. കൃത്യമായ നിയന്ത്രണവും അതേസമയം ആളുകളോട് വളരെ ഫ്രണ്ട്ലിയുമായിരുന്നു. അവരുടെ സർവീസ് മനോഭാവവും ആവേശവും ഡെഡിക്കേഷനും കാണാൻ സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. ആളുകളോട് വളരെ സൗഹൃദപരമാണവർ. പിന്നെ ഞങ്ങൾ ചേഞ്ചിങ് ഓഫ് ദ ഗാർഡ് കണ്ടു. പഴയ ഗാർഡുകൾ പുറത്ത്, പുതിയവർ അകത്ത്, എല്ലാം കൃത്യമായ ടൈമിങ്ങിൽ. വാവ്, കണ്ടപ്പോൾ തന്നെ ഒരു അടിപൊളി അനുഭവമായിരുന്നു. ബക്കിംഗ്ഹാം പാലസിലെ ചേഞ്ചിങ് ഓഫ് ദ ഗാർഡ് എന്നത് ഒരു ഔദ്യോഗിക സംഗീത ചടങ്ങാണ്. ഇതിൽ പഴയ ഗാർഡിനെ മാറ്റി പുതിയ ഗാർഡ് ചുമതല ഏറ്റെടുക്കുന്നു. ഇത് രാവിലെ 11 മണിക്ക് തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്നു. ചുവപ്പ് യൂണിഫോം ധരിച്ചും ബെയർ സ്കിൻ ഹാറ്റ് ധരിച്ചും വരുന്ന ഹൗസ് ഹോൾഡ് ഡിവിഷൻ സൈനികർ മാർച്ചും ബാൻഡും ഔദ്യോഗിക പരിശോധനയുമെല്ലാം നടത്തുന്നു. ഒടുവിൽ ബക്കിംഗ്ഹാം പാലസ്, ചാൾസ് മൂന്നാമന്റെ വസതിയും UK-യിലെ രാജകീയ ജീവിതത്തിന്റെ കേന്ദ്രവും. ഒരു വാക്കിൽ പറയാൻ പറ്റാത്തത്ര മനോഹരമായ ആർക്കിടെക്ചർ. ഒരിക്കലും സൂര്യൻ അസ്തമിക്കില്ലെന്ന് പറഞ്ഞിരുന്ന സാമ്രാജ്യം ഭരിച്ച രാജാക്കന്മാരെയും ആ പാലസിനെയും കുറിച്ചുള്ള ആവേശകരമായ ഓർമ്മകളുമായി ഞങ്ങൾ തിരിച്ചുപോയി. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.